നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. എന്തൊക്കെയാണല്ലേ നടക്കുന്നത്? ഒരിടത്ത് വെടി, പുക, മരണ വാർത്തകൾ, അങ്ങനെ അനവധി വാർത്തകൾ, പുതിയ മാറ്റങ്ങൾ, മുന്നറിയിപ്പുകൾ, അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. പ്രവാസികളൊക്കെ തന്നെ സുരക്ഷിതമായി തന്നെ ഇരിപ്പുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് ഒരു മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. പക്ഷെ ഖത്തറിന്റെ ഈ ജനവാസ മേഖലയിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു ഒരു മിസൈൽ ആക്രമണം ഉണ്ടായതെങ്കിലും പോലും നമുക്കറിയാൻ സാധിച്ചത് മലയാളികൾ മൊബൈൽ ഫോൺ എടുത്ത ലൈവ് കമന്ററിയുമായി എത്തി എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും യുദ്ധ സാധ്യതയൊക്കെ തന്നെ ഒരു പരമാവധി മാറിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ദുബായിലുള്ള എല്ലാ താമസക്കാരും ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് പോലീസിന്റെ അൽ അമീൻ സർവീസ് ആവശ്യപ്പെട്ടു. കൂടാതെ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ബന്ധപ്പെട്ട സുരക്ഷാ അതോറിറ്റികളിൽ വിവരം അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ദുബായിലെ താമസക്കാരും സന്ദർശകരും അവബോധരായിരിക്കണമെന്നും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് പൊതുജന സഹകരണം ആവശ്യമാണെന്നും അൽ അമീൻ സർവീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ഏതെങ്കിലും സംശയാസ്പദമായ പ്രവർത്തനങ്ങളോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെടുന്നത്. സുരക്ഷാധികാരികളെയോ അൽ അമീൻ സർവീസിനെയോ ആണ് വിവരം അറിയിക്കേണ്ടത്. അൽ അമീന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയോ 800444 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചോ റിപ്പോർട്ടുകൾ നൽകാവുന്നതാണ്. തീർച്ചയായും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുക. നമ്മൾ കരുതും ഒന്നുമില്ല എന്ന് കരുതും, പക്ഷെ എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ എന്തായാലും ബന്ധപ്പെടാവുന്നതാണ്. മറ്റു വാർത്തയിലേക്ക് നോക്കുകയാണെങ്കിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ്. ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. സംഭാഷണത്തിൽ ഈ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിലും വ്യോമ അതിർത്തിയിലും നടത്തിയ ഗുരുതരമായ ലംഘനമാണെന്ന് കുവൈത്ത് അമീർ അറിയിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടിന്റെയും നിരുത്തരവാദപരമായ ലംഘനമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഖത്തറിന്റെ നേതൃത്വത്തിനും ജനങ്ങൾക്കും കുവൈത്തിന്റെ പൂർണ്ണ ഐക്യദാർഢ്യം പിന്തുണയും ഉണ്ട് എന്ന് കുവൈത്ത് അമീർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തറിന്റെ സുരക്ഷയും സ്ഥിതിയും സംരക്ഷിക്കുന്നതിൽ ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും കുവൈത്ത് നിരന്തര പിന്തുണ വാഗ്ദാനം ചെയ്തതായും ഔദ്യോഗിക ഉറവിടങ്ങൾ വ്യക്തമാക്കി. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇത് സംബന്ധിച്ച് വി.ഡി. സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് ഖത്തറിലും മറ്റു ഗൾഫ് രാജ്യങ്ങളിലുമായി താമസിക്കുന്നത്. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രവാസികളുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ഉയരുന്നു. ഇന്നലെയാണ് ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇതോടെ ഖത്തറിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ ഗൾഫിലുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥയിൽ ഇവരുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയും ഉയരുന്നു. കുടുംബാംഗങ്ങൾ എന്ന പോലെ കേരളത്തിലുള്ളവരെല്ലാം തന്നെ ആശങ്കയിൽ തന്നെയാണ്. ഉയർന്നുവരുന്ന പ്രതിസന്ധിയും സ്ഥിതി കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് കത്തിന്റെ ഉള്ളടക്കമുള്ളത്. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഖത്തർ വ്യോമപാത താൽക്കാലികമായി അടച്ചതിന് പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളും മുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലെ മനാമയിലേക്ക് പുറപ്പെട്ട ഗൾഫ് എയർ വിമാനം തിരികെ ഇറക്കി. രാത്രി 10-ന് പുറപ്പെട്ട വിമാനം 11 മണിയോടുകൂടിയാണ് തിരിച്ചിറക്കിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദമാമിലേക്കും ദുബായിലേക്കുമുള്ള സർവീസുകളും എമിറേറ്റ്സിന്റെ ദുബായ് സർവീസ്, ഖത്തർ എയർവേസിന്റെ ദോഹ സർവീസും പുറപ്പെടുന്ന സമയം വൈകിയതോടുകൂടി യാത്രക്കാരോട് രാജ്യാന്തര ടെർമിനലിൽ കാത്തു നിൽക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ജോലിക്കായി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർ ആശങ്കയിലായിരുന്നു. വരും ദിവസങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടവരും പ്രതിസന്ധിയിലാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് വിമാനങ്ങൾ വൈകി പുറപ്പെടാൻ തീരുമാനിച്ചത്. ഖത്തറിലേക്കും ദമാമിലേക്കും ദുബായിലേക്കുമുള്ള വിമാനങ്ങൾ വൈകി പുറപ്പെടാൻ തീരുമാനിച്ചതോടുകൂടി ഇതിലെ യാത്രക്കാർ മുഴുവൻ വിമാനത്താവളത്തിൽ കാത്തിരിപ്പായി. ഇവരെ യാത്രയാക്കി മടങ്ങിയവരിൽ പലരും യാത്ര വൈകിയെന്ന് അറിഞ്ഞതോടുകൂടി തിരികെ എത്തി. കൂടുതൽ സർവീസുകൾ വൈകാനും റദ്ദാക്കാനുമുള്ള സാധ്യത ഏറിയിരുന്നു. അങ്ങനെ വൈകിയും അതുപോലെ തന്നെ റദ്ദാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ സ്ഥിതി എല്ലാം തന്നെ പുനർക്രമീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ ആക്രമണത്തിൽ ശക്തമാകുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാന സർവീസുകളെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഈ അറ്റാക്കുകൾ ഇപ്പോൾ ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ സർവീസുകൾക്ക് മറ്റു മുടക്കം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്.
ഭുവനേശ്വർ വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനത്തിൽ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് ടേക്ക് ഓഫ് റദ്ദാക്കിയ സംഭവത്തിൽ യാത്രക്കാരിയുടെ പ്രതിഷേധം. സംഭവം എയർലൈന്റെ കെടുകാര്യസ്ഥതയും നിരുത്തരവാദിത്വവുമാണെന്നാണ് അവർ പറയുന്നത്. റീതി ബാസു എന്ന യാത്രക്കാരിയാണ് തനിക്കുണ്ടായ മരണത്തിനടുത്തുള്ള അനുഭവം എന്ന തലക്കെട്ടിൽ കുറിപ്പ് പങ്കുവച്ചത്. വിശാഖപട്ടണത്തിൽ നിന്ന് ഭുവനേശ്വർ വഴി കൽക്കത്തയിലേക്ക് പോകേണ്ട ഇൻഡിഗോയുടെ 6E6101 വിമാനത്തിലാണ് സംഭവം ഉണ്ടായത്. ഭുവനേശ്വർ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് വിമാനത്തിൽ പക്ഷി ഇടിച്ചത്. ഇതോടെ ടേക്ക് ഓഫ് റദ്ദാക്കി. എന്നാൽ അതിനുശേഷമുള്ള എയർലൈൻ അധികൃതരുടെ പെരുമാറ്റം തീർത്തും നിരാശ ഉണ്ടാക്കുന്നതായിരുന്നു എന്നാണ് റീതു ലിങ്ക്ഡിൻ പോസ്റ്റിൽ കുറിച്ചത്. ടേക്ക് ഓഫിനിടെ എഞ്ചിനിൽ നിന്ന് വലിയ ശബ്ദവും തീഗോളവും കണ്ടുവെന്ന് റീതു പറയുന്നു. ടേക്ക് ഓഫ് റദ്ദാക്കിയ ശേഷം തങ്ങളെയും മറ്റു യാത്രക്കാരെയും ഭക്ഷണവും വെള്ളവും സഹായവും ഇല്ലാതെ വിമാനത്താവളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഒരു ഹോട്ടലിൽ താമസമൊരുക്കാനോ ലോഞ്ച് സൗകര്യം നൽകാനോ ഉള്ള അഭ്യർത്ഥനകൾ എയർലൈൻ നിഷേധിച്ചു. പകരം അടുത്ത യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3000 രൂപയുടെ വൗച്ചർ വാഗ്ദാനം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്നും അവർ പറയുന്നു. റിതിയുടെ ലിങ്ക്ഡിൻ പോസ്റ്റ് അതിവേഗം വൈറലായതിന് പിന്നാലെ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഇൻഡിഗോ പോസ്റ്റിന് മറുപടിയായി അറിയിച്ചു. തീർച്ചയായും മറുപടി നൽകാനെങ്കിലും കാണിച്ച ഒരു ഉത്തരവാദിത്വം ഒരു പക്ഷെ അപ്പോൾ ആ സമയത്ത് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് കാണിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യം പോലും ഉണ്ടാകുമായിരുന്നില്ല. സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമങ്ങളിൽ ആദ്യ പരിഗണന സ്വദേശികൾക്ക് എന്ന ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പറയുകയാണ്. പ്രവാസികളുടെ നെഞ്ചത്തടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു വാർത്ത നമുക്ക് തോന്നുന്നു. പ്രധാന തസ്തികകൾ സ്വദേശികൾക്ക് മാത്രമായിരിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോ വകുപ്പിലെയും നിയമനത്തിനുള്ള അധികാരം വകുപ്പ് മേധാവികൾക്കും ഡയറക്ടർ ജനറലിനുമാണ്. നിശ്ചിത കരാറുകൾക്ക് കീഴിൽ മാത്രമായിരിക്കും ഇനി വിദേശികളുടെ നിയമനം. നിയമവ്യവസ്ഥകളും നിയന്ത്രണങ്ങളും അവ ലംഘിച്ചാലുള്ള ഈ അനന്തര ഫലങ്ങളും പുതിയ ഉത്തരവിലുണ്ട്. എല്ലാ സർക്കാർ ജീവനക്കാർക്കും സേവനം മെച്ചപ്പെടുത്താൻ വാർഷിക തൊഴിൽ പരിശീലനവും ഉത്തരവിൽ പറയുന്നുണ്ട്. ജീവനക്കാർക്ക് വാർഷിക അലവൻസും ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഓർക്കുക, പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും സ്വദേശികൾക്കാണ് ഉള്ളതാണ്. സേവനകാലത്ത് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരവും സ്വദേശികളായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിവാഹം കഴിക്കാൻ 8 ദിവസത്തെ അവധിയും അനുവദിക്കും. വാർഷിക അവധിക്ക് പുറമെ രാജ്യത്തിനകത്തോ പുറത്തോ ചികിത്സിക്കാനുള്ള അവധി, പ്രസവം, ശിശുപരിചരണം, ഹജ്ജ്, മരണാനന്തര ചടങ്ങുകൾ, സ്ത്രീകൾക്ക് വിവാഹമോചനത്തിന് ശേഷമുള്ള ദീക്ഷാകാലം, അതുപോലെ തന്നെ ഉന്നത പഠനം എന്നിവയ്ക്കും പ്രത്യേക അവധി നൽകും. നവജാത ശിശുവിന് പ്രത്യേക പരിചരണം ആവശ്യമെങ്കിൽ മാതാവിന് 1 വർഷം വരെ പ്രസവ അവധി നൽകും. സ്വദേശികൾക്ക് സാമൂഹിക സുരക്ഷാ വേതനവും വിദേശികൾക്ക് സേവനകാല ആനുകൂല്യവുമാണ് വിരമിക്കുമ്പോൾ ലഭിക്കുക. വിദേശികൾക്ക് സേവനകാല ആനുകൂല്യങ്ങളിൽ നിന്ന് 25% വരെയും സ്വദേശികൾക്ക് വിരമിക്കൽ പെൻഷനിൽ നിന്ന് 25% വരെയും നഷ്ടമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. വളരെ വ്യക്തമായ ഒരു വാർത്ത. ഏതൊക്കെ കാര്യങ്ങൾ മാറ്റുന്നു. പക്ഷേ സത്യത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് അപ്പോൾ പ്രവാസികൾ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ വേദനയുള്ളത്. നമുക്കറിയാം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതായത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഗൾഫിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ പ്രധാനപ്പെട്ട മേഖലയിലേക്കല്ല, ഈ കെട്ടിടം പണിക്കും അങ്ങനെയുള്ള ഡ്രൈവിംഗ് ജോലി, പെയിന്റിംഗ് അങ്ങനെയുള്ള ജോലികൾക്കായിരുന്നു. പക്ഷെ ഇതിൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. കുറച്ചുകൂടി അക്കാഡമിക് ലെവൽ ഉയരുകയും അതനുസരിച്ച് നമുക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ സ്വദേശികൾ വർക്കാൻ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. ജോലി പലരുടെയും പോകുമോ, ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നൊക്കെയുണ്ട്. പക്ഷെ നിലവിൽ പേടിക്കേണ്ട കാര്യമില്ല. കൃത്യമായി നടപടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തീർച്ചയായും രാജ്യം ഇടപെടാനുള്ള സാധ്യതയും ഉണ്ട്. കുവൈറ്റിൽ ശക്തമായ കാറ്റ് അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ധരാർ അൽ അലീബ് അറിയിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ കാലാവസ്ഥയിൽ ക്രമേണ പുരോഗതി പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മൺസൂൺ ന്യൂനമർദ്ദമാണ് നിലവിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശും. ഇതിന്റെ ഫലമായി പൊടിപടലങ്ങൾ ഉയരുകയും ദൃശ്യപരത കുറയുകയും ചെയ്യുമെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും മണിക്കൂറിൽ 35 മുതൽ 65 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനാണ് സാധ്യത. പകൽ സമയത്ത് ചൂടും പൊടിയുമാണ് പ്രതീക്ഷിക്കുന്നത്. പരമാവധി താപനില 44 മുതൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുള്ളതായും രാത്രി 30 മുതൽ 33 ഡിഗ്രി സെൽഷ്യസ് വരെ ആകുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാറ്റിന്റെ തീവ്രത വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ കുറയുമെന്നും കാലാവസ്ഥ ക്രമേണ മെച്ചപ്പെടുമെന്നും അലലി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വാർത്തകളൊക്കെ തന്നെ ഇന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മരണാനന്തര വാർത്തകൾ, അങ്ങനെ വാർത്തകളൊന്നും വന്നിട്ടില്ല. അത് വളരെ ആശ്വാസം തന്നെയാണ്.
കൂട്ടിച്ചേർക്കേണ്ട ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു പ്രവാസ ലോകത്ത് ഈ ജയിലിൽ അടയ്ക്കപ്പെട്ട അമ്മയുടെ ഏക മകൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ആ അമ്മയെ കാത്ത മകൻ കാത്തിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. ശേഷം വീട്ടിലേക്ക് വന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നലെയൊക്കെ ഉണ്ടായ ആ ഒരു സംസ്കാര ചടങ്ങിൽ അമ്മ സത്യത്തിൽ ഹൃദയം പകർന്നു നിൽക്കുകയായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മയെ പോലെ തന്നെ ഈ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ 35 സ്ത്രീകൾ അവിടെ കുവൈറ്റ് ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ മലയാളികളുണ്ട്, മലയാളികൾ അല്ലാത്തവരും നിരവധിയായിട്ടുണ്ട്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരണം. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നതുകൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമുക്ക് അമ്മയുടെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയില്ല. അമ്മയുടെ മാനസിക നില ഒന്നുകൂടെ ശരിയായതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. മാത്രമല്ല ഈ വാർത്തകൾ കാണുന്ന നമുക്ക് ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.